പ്രിയമുള്ളവരെ, ഒരിക്കൽ ഒരു കുടുംബനാഥൻ പകലത്തെ അധ്വാനെല്ലാം കഴിഞ്ഞ സന്ധ്യയായ സമയത്ത് വളരെ ക്ഷീണിതനായിട്ട് തൻ്റെ വീട്ടിലേക്ക് വന്നു. കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഭക്ഷണത്തിന് ഇരിക്കുക താഴെ. അപ്പോൾ നല്ല രുചികരമായ കഞ്ഞിയും പയറും ആണ് തൻ്റെ ഭാര്യ അവിടെ അന്ന് രാത്രി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ക്ഷീണിതനായ മനുഷ്യൻ കുളിയും കാര്യങ്ങളൊക്കെ ഇതൊന്ന് ഫ്രഷായി ഭക്ഷണം കഴിക്കാനിരുന്ന സമയത്ത് ഈ ഭാര്യ കഞ്ഞിയും അനുബന്ധ കറികളൊക്കെ കൊണ്ടുവന്ന് മേശപ്പുറത്ത് വെച്ചു കഴിക്കാനായിട്ട്. അപ്പൊ പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കഞ്ഞിക്കകത്ത് കുറച്ചധികം വെള്ളം കണ്ടതായ ഭർത്താവ് ഈ ഭാര്യയോട് ഇങ്ങനെ ചോദിച്ചു, ഇതെന്താടി ഇന്ന് കഞ്ഞിയിൽ ഇത്ര വെള്ളം? ആ ഭാര്യ പെട്ടെന്ന് മറുപടി പറഞ്ഞത് ഇങ്ങനെയാ, നല്ല മഴയായിരുന്നു ചേട്ടാ, അപ്പൊ മഴയായപ്പോ ഒത്തിരി വെള്ളം കൂടി പോയതാ. പെട്ടെന്ന് ഈ ഉത്തരം കേട്ടതായ ഭർത്താവിന് ഒരു നിമിഷം തൻ്റെ ആ ഒരു ചിന്തയെ അല്ലെങ്കിൽ തൻ്റെ ആ ഒരു നിമിഷത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം. താൻ പ്രതികരിച്ചത് ഇങ്ങനെയാണ്, മഴ പെയ്യുമ്പോൾ മഴ മാത്രമല്ല അതിൻ്റെ കൂടെ ഇടിയുമുണ്ട് എന്ന് പറഞ്ഞ് പിന്നെ ഒരൊന്നൊന്നര ഇടിയായിരുന്നു ആ ഭാര്യയുടെ ശരീരത്തിലേക്ക്. അങ്ങനെ ഭയങ്കര കൂട്ട ബഹളമായി. ആ കുടുംബത്തിന്റെ സമാധാന സന്തോഷ അന്തരീക്ഷം പാടേ നഷ്ടപ്പെട്ടു. ഞാനിത് നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ടായ കാരണം ഒരൊറ്റ വാക്ക്, അതൊരു പക്ഷേ തമാശയ്ക്കായിരിക്കാം, ഇല്ലെങ്കിൽ പരിഹാസത്തോടെ ആയിരിക്കാം, അല്ലെങ്കിൽ ദേഷ്യത്തോടെ ആയിരിക്കാം, എന്ത് തന്നെയാണ് എങ്ങനെയാണ് എന്നുള്ളതല്ല, ആ ഒരൊറ്റ വാക്കാണ് ആ ഒരു മനുഷ്യനിൽ പ്രകോപനം സൃഷ്ടിച്ചത്. ആ ഒരു പ്രകോപനമാണ് ഒരു വലിയ വഴക്കിലേക്ക് എത്തിച്ചേർന്നത്. സന്തോഷത്തിന്റെ സമാധാനത്തിന്റെ അന്തരീക്ഷം അപ്പാടെ ആ വൈകുന്നേര സമയത്ത് ആ ഭവനത്തിൽ നിന്ന് പൂർണ്ണമായി നഷ്ടപ്പെട്ടു പോയ ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നത് ഒരൊറ്റ വാക്കാണ്. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലും നമ്മുടെയൊക്കെ കുടുംബത്തിലും നമ്മുടെയൊക്കെ സമൂഹത്തിലും നമ്മുടെയൊക്കെ ഗ്രൂപ്പുകളിലും നമുക്ക് സന്തോഷം നിലനിർത്താൻ കഴിയും, സന്തോഷം നഷ്ടപ്പെടുത്താനും കഴിയും. സമാധാനം നിലനിർത്താനും കഴിയും, സമാധാനം നഷ്ടപ്പെടുത്താനും കഴിയും. ഇത് രണ്ടിനും വാക്കുകൾ മതി. പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ വാക്കുകളും അത് എങ്ങനെയാണ് അതിന്റെ പ്രതിഫലനം, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിന്റെ ഫൈനൽ റിസൾട്ട് എന്ന് ചിന്തിക്കാതെ നമ്മൾ പ്രയോഗിക്കുമ്പോഴാണ് പലപ്പോഴും പ്രശ്നങ്ങൾ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമായിട്ട് മാറുന്നത്. കുടുംബമായിക്കൊള്ളട്ടെ, മറ്റു സാഹചര്യങ്ങളായിക്കൊള്ളട്ടെ, സമാധാനത്തോടെ സന്തോഷത്തോടെ ഒരു സാഹോദര്യ ബന്ധത്തോടെ നമ്മൾ ചെയ്യേണ്ടതും പറയേണ്ടതും ചിന്തിക്കേണ്ടതുമായ കാര്യങ്ങൾ ആ നിലയിൽ കൈകാര്യം ചെയ്യാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫലമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇത് നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ളവരാകാം. കാരണം നമ്മളും കുടുംബസ്ഥരാണല്ലോ, ഇല്ലെങ്കിൽ ഇതിന്റെ കുടുംബസ്ഥരാകാൻ പോകുന്നവരാണ്, അല്ലെങ്കിൽ മറ്റു സമൂഹങ്ങളിൽ മറ്റു ഗ്രൂപ്പുകളിൽ ഉൾപ്പെട്ട് നിന്നിട്ടുള്ളവരാണ്. അതുകൊണ്ട് ഈ ഒരു വിഷയങ്ങൾ പലപ്പോഴും പല സാഹചര്യങ്ങളും എല്ലാം അനുഭവിക്കാത്തവരായിട്ട് ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതിനെങ്ങനെ കൈകാര്യം ചെയ്യാം എന്ന് വിചാരിച്ചാൽ തീർച്ചയായിട്ടും സ്നേഹത്തോടെയുള്ള വാക്ക്. ഒരാള് അദ്ദേഹത്തിന്റെ ആ നിൽക്കുന്ന സാഹചര്യത്തിൽ തന്റെ മനോഭാവം, തന്റെ അല്ലെങ്കിൽ മാനസിക സ്ഥിതി, തന്റെ ശാരീരിക സ്ഥിതി, ആരോഗ്യം, ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ഓരോ ചോദ്യങ്ങൾക്കും മറുപടി കൊടുക്കുവാൻ ഏറെക്കുറെ നമ്മൾ ശ്രമിച്ച് അതിൽ വിജയിച്ചാൽ ഒഴിവാക്കാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ഇവിടെ നമ്മൾ കേട്ടത്, ഇതെന്താ ഇതിനകത്ത് കഞ്ഞിക്കകത്ത് ഇത്ര വെള്ളം എന്ന് ചോദിച്ചപ്പോ അയ്യോ ചേട്ടാ അങ്ങനെ പറ്റിപ്പോയതാണ് എന്ന് സ്നേഹത്തോടെ പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേങ്കിൽ ബാക്കിയുള്ള സംഭവങ്ങൾ ഒഴിവാക്കാമായിരുന്നു. എന്നാൽ അതിന് പകരമായിട്ട് നല്ല മഴയില്ലേ, അപ്പൊ ഇത്തിരി വെള്ളമൊക്കെ കൂടും എന്നുള്ള രീതിയിൽ സംസാരിച്ചപ്പോൾ അത് ആ മനുഷ്യന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അതിനുശേഷം നടന്ന സംഭവങ്ങൾ എന്താണ് എന്നുള്ളത് ഞാൻ വിവരിച്ചു കഴിഞ്ഞു. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ ജീവിത യാത്രയിൽ ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങളെ എങ്ങനെ ഒഴിവാക്കാൻ കഴിയുമോ അങ്ങനെ ഒഴിവാക്കാനുള്ള ശ്രമം
അത് നമ്മുടെ സമീപനത്തിലൂടെ, നമ്മുടെ വാക്കുകളിലൂടെ, അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളിലൂടെ ഉരുത്തിരിയുന്നത് അങ്ങേയറ്റം ഒഴിവാക്കിക്കൊണ്ട് സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും സാഹോദര്യത്തിന്റെയും അന്തരീക്ഷം നമ്മുടെ സർക്കിളിൽ, നമ്മളായിരിക്കുന്ന ആ തലങ്ങളിൽ രൂപപ്പെട്ടു വരാൻ നമ്മളാലാവോ അത് ശ്രമിക്കുവാൻ നമുക്ക് കഴിയേണ്ടിയിരിക്കുന്നു. അങ്ങനെ കഴിഞ്ഞാൽ വിജയകരമായൊരു കുടുംബജീവിതം, വിജയകരമായൊരു സൗഹൃദ വലയം, വിജയകരമായിട്ടുള്ളൊരു അന്തരീക്ഷം നമ്മുടെ ചുറ്റുവട്ടത്ത് പൂർണ്ണമായി സൃഷ്ടിച്ചെടുക്കുവാൻ കഴിയും. അതുകൊണ്ട് നമ്മുടെ വാക്കുകളും ചിന്തകളും മറ്റുള്ളവർക്ക് പ്രകോപനമുണ്ടാക്കുന്നതല്ല, ദേഷ്യപ്പെടുത്തുന്നതല്ല, അവരെ സ്വാന്തനപ്പെടുത്തുന്ന, സമാധാനപ്പെടുത്തുന്ന, സന്തോഷമുളവാക്കുന്ന നല്ല വാക്കുകളായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അതിനുവേണ്ടി പ്രയത്നിക്കാമെന്ന ആഹ്വാനത്തോടെ ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.